പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ ആരോപണം കാര്യമായി എടുക്കേണ്ടതില്ലെന്ന് തിരൂരിലെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ 24-നോട്. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. താനും മുഖ്യമന്ത്രിയുമൊക്കെ പലതവണ സൈബർ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ 24-നോട് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ശ്രീ വി അബ്ദുറഹ്മാൻ നമ്മളോട് സംസാരിക്കുകയാണ്. അന്തിമ നിമിഷത്തിലാണ്, ഒരു മണിക്കൂർ കൂടി ഉള്ളത്. എന്താ അത്ര വൈകി? അതിൻ്റെ സമയമുണ്ടല്ലോ, 3 മണിക്കുള്ളിൽ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ മറ്റൊന്നുമില്ല. ഇപ്പോൾ തിരൂരിലേക്ക് വന്നത് ഒരു വലിയ ദൗത്യവുമായിട്ടാണ്. അങ്ങനെ പറഞ്ഞു, ഒരുപാട് വികസന ആ മേഖലയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ 2 ദിവസത്തെ ഈ പ്രചരണത്തിലൂടെ അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വോട്ടർമാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ? തിരൂരിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. എൻ്റെ സ്വന്തം നാടാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. വോട്ടർമാരുടെ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ അസ്ഥാനത്താക്കില്ല. അവരാഗ്രഹിക്കുന്ന വിധത്തിൽ തിരൂരിൻ്റെ ഭാവി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കേരള രാഷ്ട്രീയം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു തെറ്റായ നിർമ്മിതി ഇൻസ്റ്റാഗ്രാമിലടക്കം പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തു വരുന്നതിനെ അങ്ങ് കാണുന്നത്? നോക്കൂ, കേരളത്തിൽ ഒരു നേതാവിന് മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും അല്ലെങ്കിൽ ഓരോരുത്തർക്കെതിരായിട്ടും എന്നെക്കുറിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഇത്ര വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമില്ല. നോക്കൂ, അത് പൊളിറ്റിക്സ് ആണോ അല്ലേ എന്നത് അത് സോഷ്യൽ മീഡിയയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ അതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ആളല്ല. കാരണം ധാരാളം സോഷ്യൽ മീഡിയയിൽ അക്രമം നേരിട്ട ഒരാളാണ്. അതെന്തുകൊണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ഉത്തരം പറയുമോ? അതില്ലല്ലോ. അത് ചെയ്യുന്നവരുടെ ധാർമ്മികത അവരാണ് നോക്കേണ്ടത്, അല്ലാതെ അത് തിരുത്താൻ നമുക്ക് കഴിയും. ഇപ്പോൾ ആരൊക്കെക്കുറിച്ചും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെക്കുറിച്ച് എന്തെല്ലാം തരത്തിലെ മോശമായുള്ള പരാമർശങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്, ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിനാരും അതീതമല്ല. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ വിമർശനങ്ങളുണ്ടാവും. അത് എല്ലാം തരത്തിലുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. പക്ഷേ അതിനെ വലിയൊരു കാര്യമായി കാണണ്ട, അതിനെ വിട്ടുകളയണം. അതല്ലേ, ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഫോണുകളില്ലാത്തത്? കുട്ടികളെല്ലാം ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ, അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ചെയ്തുകൊണ്ടിരിക്കും. അത് ആര് ചെയ്താലും അത്ര നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ശ്രീ വി അബ്ദുറഹ്മാൻ സംസാരിക്കുകയായിരുന്നു. തിരൂരിൽ ഇത്തവണ ആ സീറ്റ് കൂടി പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള മാറ്റമുണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.